അസ്സലാമു ലൈനസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ട്. സാമ്പാർ പൗഡർ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേ രീതിയിലുള്ള പൗഡറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അതും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ പാക്കറ്റ് വാങ്ങുന്നതിലേറെ ടേസ്റ്റ് ഉണ്ട് കറി വെച്ചിട്ടും. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കൊരു മാസത്തിന് 2 മാസത്തിനൊക്കെ ഒരുപോലെ ഒന്നിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ടേബിൾ സ്പൂണും ടീസ്പൂണുമാണ് പരിചയപ്പെടുത്തുന്നത്. ടേബിൾ സ്പൂൺ പറയുന്നത് ഈ വലിയതാണ്, ടീസ്പൂൺ പറയുന്നത് ചെറുതുമാണ്. ഇതിനാണ് ഞാൻ അളവ് പറയുന്നത്. ഞാൻ ഒരു കൈപ്പിടി എരിവില്ല മുളകാണ് ഞാൻ എടുക്കുന്നത്. അത് ഒരു 30 എണ്ണം ഉണ്ടാവും ശരിക്ക്. ഞാൻ 3 ടേബിൾ സ്പൂണ് മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി തന്നെയാണ് എടുക്കുന്നത്. അത് ഞാൻ ആദ്യം വറുക്കണതിന് മുന്നേ തന്നെ എല്ലാ മെഷർമെൻറ്റും പറയാണ്, എന്നാൽ പിന്നെ പഴക്കാമല്ലോ. ടേബിൾ സ്പൂൺ പറയുന്നത് ഞാൻ വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ടീസ്പൂൺ പറയുന്നത് ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വലിയ സ്പൂൺ തന്നെയാണ് എടുക്കുന്നത്. ഇനി ചെറിയ സ്പൂണാകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. കടലപ്പരിപ്പും 1.5 ടേബിൾ സ്പൂൺ എടുക്കാം. ഒരു ടേബിൾ സ്പൂണ് ചോറ് വെക്കണ അരി, അത് മട്ടരിയോ ചാക്കരിയോ ഏത് എടുക്കുക, ജയ അരി എടുക്കാം. ഞാൻ ഇപ്പോൾ ജയ അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളേതാ ഉപയോഗിക്കണ വെച്ചാൽ അതെടുക്കാം. മട്ടേരി ആണെങ്കിൽ ഒന്നുകൂടി നല്ലത്, നമുക്കൊരു കറിക്ക് കൊഴുക്കൊഴുപ്പ് ഇട്ടാനും വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. അത് ചെറിയ ടീസ്പൂണാണ് കേട്ടോ. നല്ല ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇഞ്ഞ് ഇടുന്നതൊക്കെ ചെറിയ ടീസ്പൂണിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. പിന്നെ കായം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പിന്നെ കറി വെക്കണ സമയത്ത് കുറച്ചുകൂടി ചേർക്കാമെന്ന് കരുതിയിട്ട് വലിയൊരു പീസ് ഞാൻ എടുത്ത് ചെറുതാക്കി പീസാക്കിയതാണ്. 1 ടീസ്പൂണാണ് ഞാൻ കൂട്ടിയിട്ടുള്ളത്, ചെറിയ പീസാക്കിയതിൻ്റെ ശേഷം. അത് 2 ടീസ്പൂൺ വരെ കൂട്ടാം നമുക്ക്. കായത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയാണ്, അതൊരു 7 തണ്ട് ഞാൻ എടുക്കാൻ പോണത്. ഞാൻ 1.5 ടീസ്പൂൺ ഉലുവ, അതും ചേർത്ത് വെക്കാം. ഉലുവ ഇടുമ്പോഴുള്ള സാമ്പാർക്ക് ഒരു നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അടുത്തത് ഇത് ഫുള്ളായിട്ട് ഓരോന്നോരോന്ന് വറുത്ത് കാണിക്കുകയാണ്. അതിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല. ആദ്യം തന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കാശ്മീരി ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇത് ഫ്ലെയിം പറ്റ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ. മുളകിൻ്റെ കളറൊന്നും മാറിപ്പോവാതെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇത് വറുത്തെടുക്കുന്ന ടൈമിന് നമുക്ക് പഴയ പാൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒക്കെ ഡ്രൈ ആക്കി എടുക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് കേടാവാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ മുളക് നന്നായി ചൂടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ 2 മിനിറ്റാണ് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. അടുത്തത് മുഴുവനായിട്ടുള്ള മല്ലി ഇട്ട് കൊടുക്കാം. സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന ടൈമിന് ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വേണം ഉണ്ടാക്കാൻ. ഇതൊന്ന് മിസ്സായാൽ സാമ്പാർ പൊടി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളെ മല്ലി ആയിട്ടുണ്ട്. ഇനി ഇതും കോരി മാറ്റാം. അടുത്തത് കായ ഇട്ട് കൊടുക്കാം. കായം ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാൻ. കളറൊക്കെ ഒന്ന് ചേഞ്ച് ഒന്ന് വീർത്ത് വരുന്ന സമയമാണ് ഇതിൻ്റെ വറവ് അറിയണത്. കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് വറുത്തെടുക്കണം.
കായം കയ്യിലില്ലെങ്കിൽ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താലും മതി. അത് ചെറുതായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ചെറിയ തീയിലൊന്ന് വറുത്തെടുത്താലും മതി. പൊടിക്കണ സമയത്ത് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് നല്ല ജീരകവും ഉലുവയും കുരുമുളകും ആണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നിച്ച് വറുത്തെടുക്കുക. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ടൈമിന് ഇതും വറുത്ത് കോരിയെടുക്കാം. സാമ്പാർ പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ് 3 കൂടിയും കൂട്ടിയിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ് ചെയ്യണത്. ഇത് മൊത്തത്തിലും ഒപ്പം ഒന്നിച്ച് വറുത്തെടുക്കുകയാണെങ്കിൽ പലതും പല വറവായി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് പലതും പല വിധത്തിൽ ഞാൻ വറുത്തെടുക്കണത്. നന്നായി ചൂടായി കളർ ചേഞ്ച് ആകാൻ നിൽക്കരുത്. അതിൻ്റെ മുൻപ് തന്നെ വാങ്ങണം. ഇപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇത് വാങ്ങി ഇനി ഞാൻ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും വറുത്തെടുക്കാം. അത് സാധാരണ നന്നായി പൊട്ടി വരണം. അതാണ് ഇതിൻ്റെ ഇത്. ഇതേപോലെ തന്നെ നന്നായി പൊട്ടി വരും. ഇതൊക്കെ ആദ്യം കഴുകി ക്ലീൻ ചെയ്തതിൻ്റെ ഉണക്കിയതിൻ്റെ ശേഷമാണ് ഞാനിതൊന്ന് കാണിക്കണത് കേട്ടോ. ഈ സമയം തന്നെ കഴുകി എടുക്കുകയാണെങ്കിൽ ഇത്ര നന്നായി വറുത്ത് കിട്ടൂല എന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒക്കെ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഞാനിതിനൊക്കെ ഒരുങ്ങിയത്. കഴുകി നന്നായി വെള്ളം തോർന്നതിൻ്റെ ശേഷം നമുക്ക് വറുത്തെടുക്കുക. കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും. അടുത്തത് കറിവേപ്പിലയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അതിന് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് നന്നായി ഒന്ന് കിലുങ്ങിയെടുക്കണ സമയം, ഇപ്പോൾ കളറൊക്കെ ചേഞ്ച് വരുന്നില്ലേ, അതേ സമയം മതി. പെട്ടെന്നായി കിട്ടും കറിവേപ്പിലയും തന്നെ. നമ്മൾക്ക് പൊട്ടിച്ച കിട്ടുന്ന സമയം. ഇതൊക്കെ ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ ഇത് പൊടിച്ചെടുക്കുകയാണ്. മിക്സിൻ്റെ വലിയ ജാറിൽ ഇട്ട് ഒന്നിച്ചിട്ട് തന്നെ പൊടിക്കണത്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. കാശ്മീരി പൊടി 1 ടേബിൾ സ്പൂണ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്മെല്ലാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രക്കും നല്ല സൂപ്പറായിട്ടുള്ള സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫൈനായിട്ട് പൊടിച്ചെടുത്തതിൻ്റെ ശേഷം ഞാനൊരു പൊട്ടണ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് നമുക്ക് എത്ര കാലം സൂക്ഷിക്കാം. നല്ല അടപ്പ്, പുറത്തേക്കൊന്നും കാറ്റ് പോവാത്ത സൈസിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം സൂക്ഷിക്കാം. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്.